നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജ്യത്തെ നടുക്കിയ ദില്ലി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ കേരളത്തിലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകൾ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും DGP റവാഡ ചന്ദ്രശേഖർ പ്രത്യേക നിർദ്ദേശം നൽകി. ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും കർശന പരിശോധന നടത്തിവരികയാണ്. സംശയാസ്പദമായ സാഹചര്യങ്ങളോ വസ്തുക്കളോ സാധനങ്ങളോ കണ്ടാൽ 112-ൽ അറിയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചു. ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തരുതെന്നും RPF കർശന നിർദ്ദേശം നൽകി. കേരളം, കർണാടക അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേസമയം രാജ്യത്തെ നടുക്കിയ ദില്ലി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ UAPA വകുപ്പ് ചുമത്തി ദില്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 9 പേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം 13 പേർ മരിച്ചതായും അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. 30-ലേറെ പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. കൊല്ലപ്പെട്ടവർ ദില്ലി UP സ്വദേശികളാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഭീകരാക്രമണം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം വിലയിരുത്തി. നടന്നത് ചാവേർ ആക്രമണമാണോ എന്ന സൂചനയുമുണ്ട്. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വാഹനത്തിന്റെ മുൻസീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. കാറിലുണ്ടായിരുന്നത് 3 പേരാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ ചെങ്കോട്ടയിലെ പാർക്കിംഗിന് പുറത്തേക്ക് വരുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ മാത്രമാണ് ഒരാളെ കാണുന്നത്. ഇതിൽ സ്ഫോടനം നടക്കുമ്പോൾ കാറിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നതെന്നും സംശയിക്കുന്നുണ്ട്. കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂർ നിർത്തിയിട്ടു. ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റ് എന്നാണ് സൂചന. തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്നാണ് വിവരവും. ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതെന്ന് പോലീസ് നൽകുന്ന വിവരം. സ്ഫോടനം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഫ് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:55ഓടായിരുന്നു ദില്ലി ചെങ്കോട്ടയിലെ വൻ സ്ഫോടനമുണ്ടായത്. ലാൽകില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹുണ്ടായി i20 കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കാറുകളും ഓട്ടോറിക്ഷകൾ, സൈക്കിൾ റിക്ഷകളെല്ലാം പൊട്ടിത്തെറിച്ച് തകർന്നു. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നുവെങ്കിലും 1 കിലോമീറ്റർ അകലെ വരെയുള്ള സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. സാഹചര്യ തെളിവുകൾ ഭീകരാക്രമണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത വിവരം പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച